സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാമ്പിന് സ്വപ്നം കാണാം. അപ്പോൾ ഈ പാമ്പിന് സ്വപ്നം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് വേഗം കൊണ്ടുപോയി അവിടെ വെക്കും, മുട്ട കൊണ്ടു വയ്ക്കും. ഇപ്പോൾ നമുക്ക് കോഴീനെ വളർത്തണമല്ലോ, അപ്പോൾ ചിലപ്പോൾ കോഴീനെ വളർത്തണമെങ്കിൽ കാരണം മുട്ട ഉണ്ടെങ്കിൽ മുട്ട കൊണ്ടു വയ്ക്കും, അല്ലെങ്കിൽ പിന്നെ പൈസ കൊണ്ടിടും, അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ എളുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ അരി മുതിരയും വറുത്ത് വയ്ക്കുന്നതാണ്. അപ്പോൾ ഞാൻ അതവിടെ കൊണ്ടു വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് വരാറ്. ഇത് കണ്ട അരി വറക്കണത്, ഈ അരിയുടെ ഒപ്പം തന്നെ നമ്മൾ കുറച്ച് മുതിര കൂടി ഇടും. അപ്പോൾ ഈ മുതിര കൂടി അതിലിട്ടിട്ട് ഞാൻ ഒന്ന് വറുത്തെടുക്കും കേട്ടോ. ഇനി ഒരു പൊടി ഇങ്ങനെ ഉപ്പ് ചെറുതായിട്ടൊന്ന് വിതറി കൊടുക്കുന്നുണ്ട്. ഇപ്പം എല്ലാവർക്കും കാര്യം പിടികിട്ടിയിട്ടുണ്ടാവും. ഒരു ചെറിയൊരു മിനി വ്ളോഗാണ് ഇത്. നമ്മുടെ ചാനലിൽ ഫുള്ളായിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതെല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യണം. ഈവനിങ്ങിലുള്ള കുറച്ച് വിശേഷങ്ങളാണ്. ഞാൻ ഗീർവർഗീസ് പുണ്യാളുടെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. പുണ്യാളിന് നേർച്ചകൾ നേർന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ മിറ്റടിച്ച് വയലായിരുന്നു പരിപാടി, മെയിൻ പരിപാടി. കാരണം കുഞ്ഞു കുഞ്ഞു മരങ്ങളുണ്ട്, അപ്പോൾ അത് ഇലകളൊക്കെ വന്ന് വീണിട്ട് കാറ്റ് കാലല്ല, അപ്പോൾ നിറച്ചിങ്ങനെ പരന്ന് കിടക്കുക. അപ്പോൾ അതെല്ലാം അടിച്ചു വാരി തീയിട്ടു. അപ്പോൾ പിന്നെ കരിപ്പായിട്ടുണ്ടായിരുന്നു. ആമയ്ക്ക് വിശക്കണമെന്ന് പറഞ്ഞു, കാരണം അവൾ ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, നല്ല പണിയായിരുന്നു. അപ്പോൾ അവൾ ഉറക്കാനും സമയം കിട്ടിയിരുന്നില്ല. അപ്പോൾ 6 മണിയാകുമ്പോഴേക്കും അവൾക്ക് വിശക്കുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോറ് കൊടുത്തിട്ട് വേഗം തന്നെ ഉറക്കിയിട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ കാണാനായിട്ട് മറക്കരുത്. ഇത് ലൈക്ക് ചെയ്ത് വിട്ടോളാം കേട്ടോ.